സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ? പ്രിയമുള്ളവരെ, ക്രിസ്ത്യാനിയാണ് എന്ന് അവകാശപ്പെടുന്ന പലരും തങ്ങളുടെ അവകാശവാദത്തിന് തെളിവായി കഴിഞ്ഞ കാലത്തിൽ എപ്പോഴെങ്കിലും യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതുകൊണ്ട് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടു എന്നതിന് തെളിവല്ല. വിശുദ്ധ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിലാണോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുക, നിങ്ങളെ തന്നെ തെളിയിക്കുക. ബൈബിൾ ഒരിക്കലും ആരുടെയും രക്ഷയെ ഭൂതകാലത്തിലൂടെയല്ല, വർത്തമാനകാലത്തിലൂടെയാണ് സ്ഥിരീകരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷയുടെ തെളിവില്ലെങ്കിൽ നിങ്ങളൊരു ക്രിസ്ത്യാനിയല്ല എന്ന വസ്തുതയെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. നിങ്ങൾ വിശ്വാസത്തിലാണോ എന്നറിയുവാൻ നിങ്ങൾ സ്വയം പരിശോധിക്കേണ്ടതാണ്. ഒരാൾക്ക് അതെങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം. ഗിരിപ്രഭാഷണത്തിൽ ഒരു ക്രിസ്ത്യാനിയുടെ അടയാളം യേശു നമ്മെ കാണിച്ചു തരുന്നു. യേശു ജനിക്കുന്നതിന് മുൻപ് തന്നെ ഇസ്രായേലിലെ മത നേതാക്കൾ നീതിപൂർവ്വം ജീവിക്കുക എന്ന് തീരുമാനിക്കുകയും സൽപ്രവൃത്തികളിലൂടെ ഉണ്ടാകുന്ന സ്വയനീതിയെ അടിസ്ഥാനമാക്കിയുള്ള തിരുവെഴുത്തുകൾക്ക് വിശുദ്ധമായ ഒരു വ്യവസ്ഥ അവർ വികസിപ്പിച്ചെടുക്കുകയും ചെയ്തിരുന്നു. യേശു ലോകത്തിൽ പ്രവേശിച്ചപ്പോൾ ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന നിലവാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവൻ അവരുടെ മതവ്യവസ്ഥയെ തകർത്തു. തൻ്റെ രാജ്യത്തിൻ്റെ പൗരൻ യഥാർത്ഥത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് യേശു വെളിപ്പെടുത്തി. പ്രിയമുള്ളവരെ, നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ എന്നറിയണമെങ്കിൽ ഗിരിപ്രഭാഷണത്തിൽ ക്രിസ്തു അവതരിപ്പിക്കുന്ന നിലവാരവുമായി നിങ്ങളുടെ ജീവിതത്തെ താരതമ്യം ചെയ്യുക. യേശുവിൻ്റെ നിലവാരത്തെ ഒറ്റവാക്കിൽ സംഗ്രഹിക്കുന്നു: നീതി. ക്രിസ്ത്യാനികൾ എന്ന് അവകാശപ്പെടുന്ന പലരുടെയും ജീവിതം പരിശോധിക്കുക. നിങ്ങൾക്കത്തരമൊരു നീതി കണ്ടെത്താനാവില്ല. പ്രിയരെ, യഥാർത്ഥ പരിവർത്തനത്തിൻ്റെ സവിശേഷതയാണ് നീതി. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. ശ്രദ്ധിക്കുക, ശാസ്ത്രിമാരും പരീശന്മാരും പതിവായി ദേവാലയത്തിൽ പോയി ദശാംശം കൊടുത്തു, ഉപവസിച്ചു, നിരന്തരം പ്രാർത്ഥിച്ചു. എന്നാൽ അവരുടെ മതപരമായ പ്രകടനത്തിൽ ക്രിസ്തുവിന് മതിപ്പ് തോന്നിയില്ല. അവരുടെ നീതി കവിയാത്ത ആരും തൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് യേശു പറഞ്ഞു. ദൈവത്തിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി ജീവിക്കുന്ന നീതിയാണ് ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ മകനായി അല്ലെങ്കിൽ മകളായി വേർതിരിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, വിശുദ്ധിയെ പിന്തുടരുവിൻ. വിശുദ്ധിയില്ലാതെ ആരും കർത്താവിനെ കാണുകയില്ല. 2 തിമോത്തിയിൽ പറയുന്നു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. ക്രിസ്തുവിൻ്റെ നാമം ഉച്ചരിക്കുന്ന ഏവനും അനീതി വിട്ടകന്നുകൊള്ളട്ടെ. ചില ആളുകൾ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നു, എന്നാൽ പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു. അവർ അറയ്ക്കത്തക്കവരും അനുസരണക്കേടുള്ളവരും എല്ലാ നല്ല പ്രവൃത്തികൾക്കും നിന്ദിരുമെന്ന് തീത്തോസ് പറയുന്നു. ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു വ്യക്തിയുടെ പ്രഖ്യാപനം അനുസരണവും വിശുദ്ധിയുമാണ്. ജീവിതശൈലിയിൽ ഒരു മാറ്റവുമില്ലാതെ നിങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വരാൻ കഴിയുമെന്ന് ചിലർ വിശ്വസിക്കുന്നു. എന്നാൽ ദൈവം ഒരു പരിവർത്തനം പ്രതീക്ഷിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നുവെന്ന് 2 കൊരിന്ത്യരിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ 1-ാം ലേഖനത്തിൽ പറയുന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. നീതിമാനായിരിക്കുക എന്നതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ പാപത്തെക്കുറിച്ച് കർത്താവിനോട് ഏറ്റുപറയുകയും അനുദപിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുക എന്നതാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക. 1 യോഹന്നാൻ 3:9 പറയുന്നത് ശ്രദ്ധിക്കുക, എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ സന്തതി അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവർ നീതിമാന്മാരും വിശുദ്ധരുമാണെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ഒരു യഥാർത്ഥ വിശ്വാസി തൻ്റെ പാപത്തെ വെറുക്കുന്നു. ശരിയായതിനു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്തുകൊണ്ട് അതിൽ അനുദപിക്കുന്നു. അവൻ ദൈവത്തെ അനുസരിക്കുന്നു, സഹോദരനെ സ്നേഹിക്കുന്നു, ദുഷ്ടലോക വ്യവസ്ഥയെ വെറുക്കുന്നു. പ്രിയരെ, പാപവും അനീതിയും നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു അനുസരണക്കേട് കാണിക്കുന്ന ക്രിസ്ത്യാനിയാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങളൊരു ക്രിസ്ത്യാനിയായി അല്ലാതിരിക്കാനുമുള്ള സാധ്യതയും കൂടുതലാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ആത്മാവിൽ ദരിദ്രർ ആയവർക്ക് മാത്രമേ ദൈവരാജ്യം അവകാശമുള്ളൂ എന്ന് ഗ്രീക്ക് പാഠം സൂചിപ്പിച്ചിരിക്കുന്നു. അവനവൻ്റെ ആത്മീയ പാപരത്വവും പാപവും സമ്മതിക്കുന്നവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയൂ. 4-ാം വാക്യത്തിൽ ആ ആന്തരിക ദാരിദ്ര്യത്തിൻ്റെ ഫലം കാണിക്കുന്നു.
ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, കാരണം അവർക്ക് ആശ്വാസം ലഭിക്കും. പാപത്തെക്കുറിച്ച് തകർന്നവരും ദുഃഖിതരുമായവർക്ക് മാത്രമേ എന്നേക്കും രക്ഷ ലഭിക്കൂ. ഒരാളുടെ പാപത്തിൻ്റെ ഭാരം മൂലമുണ്ടാകുന്ന സൗമ്യതയും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന ഒരാളുടെ സവിശേഷതയാണ്. ഒരു വ്യക്തി ആത്മാവിൽ ദരിദ്രനും പാപത്തെക്കുറിച്ച് ദുഃഖിതനും സൗമ്യനുമാകുമ്പോൾ അവൻ നീതിക്കായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യും. അവൻ തൃപ്തനാകും. ചില ആളുകൾ ക്രിസ്തുവിലേക്ക് വരുന്നത് യേശുവിന് വലിയ ഉപകാരം ചെയ്യുന്നത് പോലെയാണ്. ചിലപ്പോഴൊക്കെ ക്രിസ്ത്യാനികൾ അതേ മനോഭാവം പ്രകടിപ്പിക്കുന്നത് തൻ്റെ സ്വാധീന ശക്തിയാൽ ഏതെങ്കിലും പ്രശസ്ത വ്യക്തി രക്ഷിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതിലൂടെയാണ്. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ വരാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും ക്രിസ്തുവിൻ്റെ നിബന്ധനകളിൽ വരണം. തൻ്റെ പാപത്തെക്കുറിച്ച് ദുഃഖിക്കുക, നീതി ആഗ്രഹിക്കുക. ആ നിബന്ധനകളിൽ ആരെങ്കിലും വരുമ്പോൾ കർത്താവ് അവനെ കരുണയുള്ളവനും ഹൃദയശുദ്ധിയും സമാധാനമുണ്ടാക്കുന്നവനും ആക്കുന്നു. ശ്രദ്ധിക്കുക. പിന്നെ അവൻ എന്താണോ അതിനായി ആളുകൾ അവനെ പീഡിപ്പിക്കും. അവനെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറയും. വാക്യം 11 ഇപ്രകാരം പറയുന്നു: എന്നാൽ അവൻ സന്തോഷിക്കും, കാരണം അവൻ ദൈവരാജ്യത്തിൻ്റെ പൗരനാണ്. നിങ്ങളിത് കേൾക്കുമ്പോൾ അതങ്ങനെ തന്നെയോ എന്നറിയേണ്ടതിന് ബൈബിൾ കൈവശമുള്ളവർ ആ ഭാഗം ഒന്നെടുത്ത് വായിച്ചു നോക്കുവാനായി ഞാൻ അപേക്ഷിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ ക്രിസ്തു വിശ്വാസികളെ ഭൂമിയുടെ ഉപ്പ് എന്നും ലോകത്തിൻ്റെ വെളിച്ചമെന്നും വിശേഷിപ്പിച്ചു. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ജീവിതശൈലി ലോകത്തിൻ്റേതിൽ നിന്ന് എളുപ്പത്തിൽ വേർതിരിച്ചറിയാൻ കഴിയും. ഉപ്പ് അഴുകുന്ന മാംസം സംരക്ഷിക്കുന്നത് പോലെ ക്രിസ്ത്യാനികൾ ഒരു ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന നാഗരികതയുടെ നടുവിൽ ഒരു സംരക്ഷകനാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതം വ്യത്യസ്തമാണെന്ന് നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് വ്യക്തമാണോ? അതോ അവർ ചെയ്യുന്ന അതേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ടതായി പറയപ്പെടുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം മാറിയില്ലെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിയല്ല. അടുത്തതായി, അനുസരണയുള്ള ജീവിതം. ഒരു ദൈവപൈതലിൻ്റെ സവിശേഷത അനുസരണമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു: ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നശിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന് കരുതരുത്. ഞാൻ വന്നത് നശിപ്പിക്കാനല്ല, നിറവേറ്റാനാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയോ പുള്ളിയോ പോലും നീങ്ങിപ്പോകില്ല. അതുകൊണ്ട് ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് ലംഘിച്ച് മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. എന്നാൽ അവ അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. ക്രിസ്തുവിൻ്റെ ആശയം ഇതാണ്: നിങ്ങൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടാൽ നിങ്ങൾ അനുസരണമുള്ളവരായിരിക്കും. ദൈവവചനത്തിന് കീഴടങ്ങാൻ നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ടാകും. പാപം എപ്പോഴും തന്നെ വലിഞ്ഞു മുറുക്കിയിരുന്നുവെങ്കിലും ദൈവവചനം അനുസരിക്കാൻ വിശുദ്ധ പൗലോസ് അതിയായി ആഗ്രഹിച്ചു. പ്രവൃത്തികളില്ലാത്ത വിശ്വാസം നിർജ്ജീവമാണ് എന്ന് യാക്കോബ് പറയുന്നു. ശ്രദ്ധിക്കുക. ഉറപ്പിന് ഭൂതകാലവുമായി യാതൊരു ബന്ധവുമില്ല. അത് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. യേശു പറഞ്ഞു: നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ്. ഒരു യഥാർത്ഥ വിശ്വാസിയിൽ രക്ഷയുടെ തെളിവ് എപ്പോഴുമുണ്ട്. അടുത്തതായി, ആത്മാർത്ഥമായ ആരാധന. ഒരു വിശ്വാസി ശരിയായ തരത്തിലുള്ള ആരാധനയാണ് പ്രകടിപ്പിക്കുന്നത്. പരീശന്മാരുടേതിൽ നിന്നും വ്യത്യസ്തമായി അവൻ്റെ ദൈവാരാധന യഥാർത്ഥമാണ്. അവരുടെ ഏക ശ്രദ്ധ അവരുടെ ആത്മീയതയിലേക്ക് ആകർഷിക്കുക എന്നതായിരുന്നു. ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനകൾ അത് കപടമല്ല, മറിച്ച് അവൻ്റെ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥമായ പ്രകടനമാണ്. കൂടാതെ താൻ ഉപവസിക്കുന്നുവെന്ന് മറ്റുള്ളവർക്ക് അറിയേണ്ട ആവശ്യമില്ല. ശ്രദ്ധിക്കുക. മിക്ക ആളുകളും കാര്യങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ലൗകികത, പാപം, സാത്താൻ, സ്വയമേവ എന്നിങ്ങനെ 4 ലഗേജുകളുള്ള ഒരു മനുഷ്യനെ പോലെയാണ് അവർ. സന്തോഷം നേടാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും അവർ ആഗ്രഹിക്കുന്നു. പക്ഷേ അവർ അവരുടെ നിബന്ധനകൾക്കനുസൃതമായി പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നിരുന്നാലും കർത്താവ് പറഞ്ഞു: ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുക, കാരണം നാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാണ്, അതിലൂടെ പോകുന്നവർ അനേകരാണ്. നല്ല പ്രവൃത്തികളുടെയും സ്വയനീതിയുടെയും ബാഗുകൾ അവരോടൊപ്പം കൊണ്ടുപോകാൻ കഴിയുന്നതിനാൽ പലരും വിശാലമായ വാതിലിലൂടെ പ്രവേശിക്കുന്നു. വാക്യം 14 തുടരുന്നു: വാതിൽ ഇടുങ്ങിയതാണ്, വഴി ദുർഘടമാണ്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്.
കഠിനം എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്ന ഗ്രീക്ക് പദം അക്ഷരാർത്ഥത്തിൽ ഇടുങ്ങിയത് എന്നാണ് അർത്ഥമാക്കുന്നത്. ഇടുങ്ങിയ വാതിലിലൂടെ കടന്നു പോകാൻ നിങ്ങളെല്ലാം സ്വയം ഉരിഞ്ഞു കളയണം. വീതിയേറിയതും ഇടുങ്ങിയതുമായ വഴികളുടെ ലക്ഷ്യസ്ഥാനങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടാണ് ക്രിസ്തു ഗിരിപ്രഭാഷണം ഉപസംഹരിച്ചത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഉറച്ച അടിത്തറയിൽ തൻ്റെ വീട് പണിയുന്ന ഒരു ജ്ഞാനിയെക്കുറിച്ച് യേശു സംസാരിക്കുന്നു. വാക്യം 25 പറയുന്നു, മഴ പെയ്തു, വെള്ളപ്പൊക്കം വന്നു, കാറ്റ് വീശി, ആ വീടിന്മേൽ ആഞ്ഞടിച്ചു, പക്ഷേ അത് വീണില്ല, കാരണം അത് പാറമേൽ അടിസ്ഥാനപ്പെട്ടിരുന്നു. ആ മനുഷ്യൻ ദൈവത്തിൻ്റെ വാഗ്ദാനപ്രകാരം ദൈവത്തിങ്കിലേക്ക് വന്നു. അവൻ തൻ്റെ വീട് പണിതത് പാറമേൽ, അതായത് അനുസരണത്തിൽ. അതുകൊണ്ട് വീട് നിലനിന്നു. ക്രിസ്തു തുടരുന്നു, എൻ്റെ ഈ വാക്കുകൾ കേട്ടവ ചെയ്യാത്തവൻ മണലിൽ തൻ്റെ വീട് പണിത ഒരു ഭോഷനെ പോലെയാകും. ഭോഷനായ മനുഷ്യൻ മനോഹരമായ ഒരു വീട് പണിതു. അവൻ പ്രവചിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും അത്ഭുത പ്രവർത്തികൾ ചെയ്യുകയും ചെയ്തവരിലൊരാളാണ്. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദാനപ്രകാരം ഒരിക്കലും യേശുവിൻ്റെ വാഗ്ദാനപ്രകാരം ദൈവത്തിലേക്ക് വന്നില്ല. 27-ാം വാക്യത്തിൽ പറയുന്നു, മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റടിച്ചു, ആ വീടിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. ന്യായവിധി ദിവസത്തിൽ ക്രിസ്തുവിൻ്റെ മുൻപാകെ വന്ന് അവൻ്റെ വഴിയിൽ അവൻ്റെ അടുക്കൽ വരാത്തതിനാൽ നിങ്ങളെ നരകത്തിന് വിധിച്ചു എന്ന് കണ്ടെത്തുന്നത് എത്ര വലിയ ദുരന്തമായിരിക്കും. നിങ്ങൾ വിശ്വാസത്തിലാണോ എന്ന് കാണാൻ നിങ്ങളെ തന്നെ പരിശോധിക്കുക. വിശുദ്ധ പത്രോസ് പറഞ്ഞതുപോലെ യേശുവിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ കൂടുതൽ ഉത്സാഹത്തോടെ ആയിരിക്കുക. ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ.